ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിൽ ദാവീദിന്റെ ഇടയസഞ്ചിയിലെ 5 ആത്മീക ആയുധങ്ങളെ കുറിച്ചാണല്ലോ നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ആത്മീക ആയുധം പ്രാർത്ഥനയാണ്, രണ്ടാമത്തേത് അനുസരണമാണ്, മൂന്നാമത്തേത് താഴ്മയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 4-ാമത്തെ ആത്മീക ആയുധമായ വിശ്വാസം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏലാ താഴ്വരയിൽ വച്ച് ദാവീദ് മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ശൗൽ രാജാവ് അറിയുവാൻ ഇടയായിത്തീരുന്നു. ശൗൽ രാജാവ് ദാവീദിനെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുന്നു. കൊട്ടാരത്തിലെത്തിയ ദാവീദ് ശൗൽ രാജാവിനോട് പറയുകയാണ്, ഈ ഫെലിസ്ത്യനായ ശത്രുവിനെ കുറിച്ച് ഓർത്ത് ആരും അധൈര്യപ്പെടേണ്ട. അടിയൻ ചെന്ന് ഈ ശത്രുവിനോട് അംഗം പൊരുതി ജയിക്കുമെന്ന് ധൈര്യത്തോടെ രാജാവിനോട് പറയുകയാണ്. എന്നാൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ട ശൗൽ രാജാവ്, ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിനെ സംരക്ഷിക്കേണ്ട ശൗൽ രാജാവ് ദാവീദിനെ നിരുത്സാഹപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശൗൽ രാജാവ് ദാവീദിനോട് പറയുകയാണ്, നീ തീരെ ബാലനാണ്, നിനക്ക് ഈ ശത്രുവിനെ ജയിക്കുവാനായിട്ട് കഴിയത്തില്ല. ശത്രുവാണെങ്കിൽ വളരെ വലിപ്പമുള്ളവനാണ്, അവൻ യോദ്ധാവാണ്, അവൻ ബാല്യം മുതലേ അംഗം പൊരുതി ജയിച്ചവനാണ്. അതുകൊണ്ട് തന്നെ തീരെ ബാലനായ നിനക്ക് ഈ ഫെലിസ്ത്യനായ ശത്രുവിനെ ജയിക്കുവാനായിട്ട് സാധിക്കയില്ല. ഈ സമയത്ത് ദാവീദ് ശൗൽ രാജാവിനോട് തന്റെ ജീവിത സാക്ഷ്യം പറയുവാനായിട്ട് ഇടയാകുന്നു. ദാവീദ് പറയുകയാണ്, ഞാൻ കാട്ടിലായിരുന്നപ്പോൾ ഒരു സിംഹവും ഒരു കരടിയും വന്ന് എന്റെ ആടുകളിലൊന്നിനെ പിടിച്ചുകൊണ്ടു പോകുവാനിടയായി. എന്നാൽ ഞാൻ ഒട്ടും അധൈര്യപ്പെടാതെ ആ ശത്രുവിനെ പിന്തുടർന്ന് ചെന്ന് ആ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്റെ ആട്ടിൻകുട്ടിയെ പിടിച്ചെടുത്തു. എന്നാൽ ആ ശത്രു എന്റെ നേരെ തിരിഞ്ഞു. അപ്പോൾ ഞാൻ താടിക്ക് പിടിച്ച് ആ സിംഹത്തെ അടിച്ച് കൊന്നുകളഞ്ഞു എന്ന് ദാവീദ് ശൗൽ രാജാവിനോട് തന്റെ ജീവിത സാക്ഷ്യം പറയുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് തന്റെ ആട്ടിൻകുട്ടികളെ തട്ടിയെടുക്കുവാനായിട്ട് ശത്രു ശ്രമിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പലതിനെയും തട്ടിയെടുക്കുവാൻ ശത്രുവായ സാത്താൻ ശ്രമിക്കും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ, നമ്മുടെ താഴ്മയുള്ള സ്വഭാവത്തെ, അനുസരണമുള്ള സ്വഭാവത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ തലമുറകളെ, ഇങ്ങനെ പലതിനെയും തട്ടിയെടുക്കുവാൻ ശത്രുവായ സാത്താൻ ശ്രമിക്കും. ഈ വിധത്തിൽ ശത്രുവായ സാത്താൻ നമുക്കെതിരെ പലതരത്തിൽ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അവനെ എങ്ങനെ നേരിടണമെന്ന് നാം അറിഞ്ഞിരിക്കണം. മർമ്മം നോക്കി അടിച്ചെങ്കിൽ മാത്രമേ ശത്രുവായ സാത്താനെ നേരിടുവാനും അവനെ തോൽപ്പിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ പ്രാർത്ഥനാ ജീവിതമുള്ള ദാവീദ്, അനുസരണയുള്ള ദാവീദ്, താഴ്മയുള്ള ദാവീദ് ശൗൽ രാജാവിന്റെ മുൻപില് ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. ദാവീദ് ശൗൽ രാജാവിനോട് പറയുന്നു, എന്റെ ജീവിതത്തില് സിംഹത്തിന്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം തീർച്ചയായിട്ടും ഈ ഫെലിസ്ത്യനായ ഗോലിയാത്തിന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ഇങ്ങനെ ഉറച്ച ഒരു വിശ്വാസ പ്രഖ്യാപനം ദാവീദ് ശൗൽ രാജാവിന്റെ മുൻപിൽ വെച്ച് നടത്തുന്നു. ദാവീദിന്റെ ജീവിതത്തില് ദാവീദ് ദൈവത്തോടു കൂടെ നടന്നു ഉറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതത്തില് ഒത്തിരി ജീവിത സാക്ഷ്യങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തില് അവന് പറയുവാനായിട്ട് ഉണ്ടായി. നമ്മുടെ ജീവിതത്തിലും ഈ വിശ്വാസം എന്ന ആത്മീക ആയുധത്തെ മൂർച്ച കൂട്ടി എടുക്കാം. ശത്രുവുമായിട്ടുള്ള യുദ്ധത്തിൽ സാത്താൻ നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് ഈ വിശ്വാസം എന്ന ആത്മീക ആയുധത്തെ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ശത്രുവിനെ നേരിടാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.